ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ഹോൾ വീഡിയോ ആണ്. ഒരു 3 ഡ്രസ്സസും ഒരു കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കുർത്തിയാണ്. ഈ കുർത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആക്ച്വലി ഭയങ്കര ഫേമസ് ആയിരുന്നു ഒരു ടൈമിൽ. ആ ടൈമിലാണ് ഞാനിത് മേടിച്ചത്. ഇതും ഒരു 500 ബിലോ ആണ് വരുന്നത്. നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ഹോളിൽ എടുത്തേക്കുന്ന എല്ലാ ഡ്രസ്സസും 500 ബിലോ ആണ്. ഒരെണ്ണം മാത്രം ഞാൻ മേടിച്ച സമയത്ത് 559 ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കുർത്തിയാണ്. ഇതിൻ്റെ നെക്ക് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു ടൈ നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റിംഗ് ആണ് വന്നേക്കുന്നത്. കംഫർട്ടബിൾ ആണ്. ലൈനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് കളർ ഇളകുന്നുണ്ട് അലക്കി കഴിയുമ്പോഴത്തേക്കും. റാദർ ദാൻ അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കംഫർട്ടബിൾ ആണ്. കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഷോൾ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ മെറ്റീരിയലാണ്. അതായത് ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ല സുഖം, നല്ല രസമുള്ളൊരു ഷോളാണ്. നെക്സ്റ്റ് വരുന്നത്, ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇൻ ദിസ് ഹോൾ. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ പ്രിൻ്റ് ലൈക്ക് ക്യാൻ സീ ദാറ്റ്. നമുക്കിതൊരു ജസ്റ്റ് ഒരു പാർട്ടി ഗേൾസ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വൈബ്, നമുക്കൊന്ന് ചില്ല് ചെയ്യാനായിട്ട് പറ്റിയൊരു മൂഡ് ഡ്രസ്സാണ്. ഭയങ്കര തിന്നായിട്ടുള്ള സ്ട്രാപ്പാണ്. ചിലവർക്ക് നമുക്ക് ഇപ്പം എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണ് സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞിട്ട് ആം ഹോൾ കാണുന്നത്. എനിക്ക് ഇത് ഇട്ടിട്ട് അങ്ങനെ ഒരു ഫീൽ വന്നില്ല. കാരണം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിച്ചു തരാം. ഈ ഫ്രണ്ട് ഉണ്ടല്ലേ, ഈ ഭാഗം നമുക്ക് കൈയിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ്. എനിക്ക് കുറച്ച് ലൂസാണ്. ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുക്കും. സൈഡ് ഈ ഒരു പോർഷൻ കറക്റ്റിനാണ് നിൽക്കുന്നത്. നമുക്ക് ആകെ ഈ ഒരു ഭാഗം മാത്രമേ പ്രശ്നമുള്ളൂ. അതിപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് വള്ളി വരുന്നത് ഒരു പ്രശ്നമില്ലാണ്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും. ഇതിന് ഒരു സൈഡിലായിട്ട് സിബ് വരുന്നുണ്ട്. സിബ് സൈഡ് സിബാണ് വരുന്നത്. പിന്നെ ലെങ്ത്ത് ഒരു നീ ലെങ്ത്തിൽ കുറച്ചും കൂടി ഇറക്കമുണ്ട്. ആ ഒരു ലെങ്ത്താണ് വരുന്നത്. പക്ക ഒരു അതിൻ്റെ വർക്കും എല്ലാം പാറ്റേൺ എല്ലാം അടിപൊളിയായിട്ടാണ്. സ്റ്റിച്ചിങ് ആയാലും നല്ല ക്വാളിറ്റി സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഒരു ബ്ലാക്ക് ആണ്. ഒരു ബ്ലാക്ക് ഡ്രസ്. ഇതും 500 ബിലോ ആണ് വരുന്നത്. ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ പർച്ചേസ് ചെയ്താലും ബ്ലാക്ക് എൻ്റെ ഒരു കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോളാണ് സൈസ് വരുന്നത്. എനിക്ക് ആക്ച്വലി മീഡിയം ആണ് വേണ്ടത്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത സൈസ് അല്ല എനിക്ക് വന്നത്, സ്മോളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഇതിനാകെ എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തത് ഇവിടെ ഇട്ടൊരു ഇവിടെ ഇട്ടൊരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ കറക്റ്റ് ചെസ്റ്റിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ. നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാനോ ഇരിക്കാനോ അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് വരെ എനിക്ക് ഫീൽ ചെയ്തു. അത് മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കിത് കറക്റ്റ് എൻ്റെ സൈസാണ്. മീഡിയം ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത് പക്കയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാനത് റിട്ടേൺ ചെയ്താൽ മതിയായിരുന്നു, എന്നിട്ട് വേറെ ഓർഡർ ചെയ്താൽ മതി. പക്ഷെ എനിക്കൊന്ന് എവിടെയോ പോകാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യാൻ നിന്നില്ല. ഇതും അങ്ങനെ തന്നെ. ഇതിൻ്റെ സൈഡ് സിബും അങ്ങനെ ഒന്നും വരുന്നില്ല. വെരി സിമ്പിൾ ആയിട്ടുള്ളതാണ്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത്രയാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഒരു 557 എന്ന് പറഞ്ഞ ആ ഐറ്റം ഞാൻ കാണിച്ചില്ല. ഇത് ഐ തിങ്ക് ഞാനൊരു 1 ഇയറിന് മേലെയായി ഈ ഒരു ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഗോ ടു ഡ്രസ്സാണ്. അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പം എനിക്ക് ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ശരിയാവണില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് നിൽക്കണം. കാരണം ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളൊന്നും ഒതുങ്ങിയ പോലെ ഫീൽ ചെയ്യും, കുറച്ച് വണ്ണം കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇടക്കിടക്ക് ഇതിടാറുണ്ട്. ഇതിൻ്റെ നെക്ക് വരുന്നത് വി നെക്കാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ലൈനിങ് പീസ്. വി നെക്കിൽ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിന് സൈഡ് സിബ് കൊടുത്തിട്ടുണ്ട്.
നല്ല നല്ല ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നല്ല സ്റ്റിച്ചിങ്, പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. നമുക്ക് വിട്ടുപോവോ അങ്ങനെ ഇത്ര നാൾ ഞാൻ ഇട്ടിട്ടും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ ഹോൾ വീഡിയോ കണ്ടില്ലേ? ഇത് വളരെ സിമ്പിളായിട്ട് വളരെ കയ്യിലുള്ള 2-3 സെറ്റ് വെച്ച് നമ്മൾ ചെയ്തൊരു ഹോളാണ്. ഇനി കുറച്ചുകൂടി കഴിയുന്നവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ പക്ക ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടിൽ ദെൻ ബൈ. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong, gotta move on. You're